ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവത്ര ക്രമക്കേട് നടക്കുന്നു എന്നുള്ള വ്യാപക ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ബി.ജെ.പി നേരിയ മാർജിനിൽ പരാജയപ്പെട്ട ഏകദേശം 10ഓളം നിയോജക മണ്ഡലങ്ങളിലെ ക്രമക്കേട് കൈയോടെ പിടികൂടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുള്ള സൈബർ സെൽ ഉണർന്നു പ്രവർത്തിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ബഹുദൂരമുള്ള മുന്നേറ്റം, അത് പ്രകടന പത്രികയിലായിരുന്നാലും അതുപോലെ പ്രചരണ പരിപാടിയിലായിരുന്നാലും ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പാകെ തന്നെ കോൺഗ്രസ് ബഹുദൂരം മുന്നിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ജനകീയനെന്ന് അവർ വിശേഷിപ്പിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ പടിയിറങ്ങി പകരമായി അതിശി മാർലേനയെ എന്ന് മുഖ്യമന്ത്രിയാക്കിയോ അന്ന് തുടങ്ങിയതാണ് ആം ആദ്മിയുടെ കഷ്ടകാലം. കെജ്രിവാൾ പറഞ്ഞു, ഞാൻ ഇനി മുഖ്യമന്ത്രിയാകണമെങ്കിൽ നിങ്ങൾ ഡൽഹി ജനത 2015-ലും 2020-ലും തന്നതുപോലെ മൃഗീയ ഭൂരിപക്ഷം തന്നാൽ മാത്രമേ ഞാൻ ആവുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അല്ലെങ്കിലും ജനങ്ങൾ തന്നെയാണ് അന്തിമ വിധി എഴുതേണ്ടതെങ്കിലും ആ വിധിയെ അട്ടിമറിക്കാൻ ബി.ജെ.പിയുടെ ചില കുതന്ത്രങ്ങൾ നടക്കുന്നു എന്ന കോൺഗ്രസിൻ്റെ കണ്ടെത്തൽ, അത് റിപ്പോർട്ട് സഹിതം തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പായി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ പക്ഷപാതമാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി സുപ്രീം കോടതിയിലേക്ക് ഹർജിയായി സമർപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലും, മൊത്തം 70 മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും ഏകദേശം 5000-6000-ഓളം കള്ളവോട്ടുകളും വോട്ട് ഇരട്ടിപ്പും ഒക്കെ നടക്കും. നമുക്കറിയാം, ഇക്കാലയളവിൽ ബീഹാറിൽ 138 പേർക്ക് ഒരേ ഒരു അച്ഛൻ, അതായത് 138 വോട്ടർമാരുടെയും പിതാവിൻ്റെ പേര് ഒരേ പേര്, ഇങ്ങനെയൊക്കെയുള്ള വിചിത്ര കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലും ഇത്തരത്തിൽ ഉള്ള വലിയ തോതിലുള്ള തിരിമറികൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് കൺവിൻസ്ഡ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള കള്ളത്തരങ്ങളാകുമ്പോഴാണ് കൈയോടെ ബി.ജെ.പിയെ പിടികൂടുന്നത്. ഹരിയാനയിൽ അതാണ് സംഭവിച്ചത്. അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് മാറ്റിവെച്ച് ആളുകളെ മുഴുവൻ പറ്റിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ മാറ്റിയതിലെ ചാർജ് കുറയ്ക്കാൻ അവർ വിട്ടുപോയി എന്നുള്ളതാണ് കൈയോടെ ജനങ്ങൾ പിടികൂടിയത്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ആളുകളുടെ മുമ്പിൽ ഇപ്പോഴും ബി.ജെ.പി പറയുന്നു ഞങ്ങൾ ജയിച്ചു എന്ന്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ 90 സീറ്റുകളുള്ള ഹരിയാനയിൽ 74ഓളം സീറ്റിൽ കോൺഗ്രസ് ആദ്യ 2 മണിക്കൂറുകളിൽ മുന്നിട്ട് നിന്നതിന് ശേഷം സമാനതകളില്ലാതെ താഴോട്ട് പോയത് ഒരു അതിശയോക്തിയായിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്നും അത് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർക്ക് ദഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എങ്ങനെ തിരിച്ചു വന്നു? എങ്ങനെയാണ് നയാബ് സിംഗ് സൈനി വീണ്ടും ഹരിയാനയിലെ മുഖ്യമന്ത്രിയായത്? ഇതുപോലുള്ള കള്ളക്കളി നടക്കുമ്പോൾ ആ കള്ളക്കളിയെക്കുറിച്ച് കൃത്യമായി അവബോധമുള്ള ആം ആദ്മി അതിനെക്കുറിച്ച് പറയുകയല്ല ചെയ്യുന്ന, മറിച്ച് കോൺഗ്രസിനെ അള്ളുവയ്ക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ? കാരണം കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ കയറി സ്കോർ ചെയ്താൽ ബി.ജെ.പി ജയിക്കുന്നതിനേക്കാൾ വലിയ ക്ഷീണമല്ലേ? കാരണം ഇത്രയും നാളും ചെയ്തു കൂട്ടിയ പച്ചക്കള്ളങ്ങളെല്ലാം പൊളിയില്ലേ എന്ന കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയും അജണ്ടകളാണ് ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്നത്. ഏതായാലും പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കള്ളവോട്ടുകൾ സംബന്ധിച്ച കാര്യം കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.